ദൃശ്യം 3 ഒരു ഇമോഷണൽ ഫാമിലി സ്റ്റോറി ആകുമെന്ന് ജീത്തു ജോസഫ് ഒരു ട്വിസ്റ്റിന് വേണ്ടി പറഞ്ഞതല്ല. ജോർജ് കുട്ടി എന്ന 4ാം ക്ലാസ്സുകാരന്റെ തലച്ചോറിനേക്കാൾ മനസ്സിനാണ് ഈ സിനിമ പ്രാധാന്യം നൽകുന്നത്. അയാളുടെ വൈകാരിക പരിസരങ്ങളിലാണ് ഇത്തവണ കഥ നടക്കുന്നത്. ആ കഥാപാത്രത്തിന്റെ അപ്രതീക്ഷിത നീക്കങ്ങൾ പ്രതീക്ഷിച്ചു വരുന്ന പ്രേക്ഷകരോട് ഇത്തരത്തിലൊരു കഥ പറയാൻ അപാര ധൈര്യം വേണം. ജീത്തു ജോസഫ് ആ ധൈര്യം കാട്ടി. മോഹൻലാൽ എന്ന നടന് ജോർജ് കുട്ടിയിലെ ഉള്ളൊഴുക്കുകൾ വിജയകരമായി പ്രകാശിപ്പിക്കാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസമാകണം അതിന് ഒരു കാരണം. ആരാണ് ഈ ജോർജ് കുട്ടി? പേരിനൊപ്പം ചേർക്കാൻ അയാൾക്ക് വലിയ കുടുംബ പേരില്ല. ഒരു അനാഥൻ. അയാളുടേത് ഭാര്യയും 2 പെൺമക്കളും അടങ്ങിയ ഒരു ചെറിയ ലോകമാണ്. അവിടേക്കാണ് വരുൺ പ്രഭാകർ എന്ന ക്ഷണിക്കപ്പെടാത്ത അതിഥി വരുന്നതും അവരുടെ ജീവിതം താറുമാറാകുന്നതും. ദൃശ്യം ആദ്യ 2 ഭാഗങ്ങളിലും നമ്മൾ കണ്ടത് വരുൺ കൊലപാതകവുമായി ജോർജ് കുട്ടിയെയും കുടുംബത്തെയും ബന്ധിപ്പിക്കാൻ പോലീസും ആ ചെറുപ്പക്കാരന്റെ മാതാപിതാക്കളും നടത്തുന്ന ശ്രമങ്ങളും ജോർജ് കുട്ടിയുടെ ബുദ്ധിപരമായ പ്രതിരോധങ്ങളുമാണ്. അയാൾ ഒരു ക്രൈം നിയമത്തിന്റെ കണ്ണിൽ നിന്ന് വിദഗ്ധമായി മറയ്ക്കുന്നു. പക്ഷേ ആ കുറ്റം അവിടെ നിലനിൽക്കുന്നു. വലിയൊരു രഹസ്യം അയാളോടുകൂടി മണ്ണടിയാൻ കാത്തുകിടക്കുന്നു. അവിടെയാണ് ദൃശ്യം 3 ഉണ്ടാകുന്നത്. ഇതുവരെ നമ്മൾ കണ്ട ജോർജ് കുട്ടിയെ അല്ല ഈ ചിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക. അയാളും കുടുംബവും പുതിയൊരു ജീവിതത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. പുതിയ മേഖല, പുതിയ ബന്ധങ്ങൾ, പുതിയ ജീവിത സാഹചര്യങ്ങൾ. പക്ഷേ ഭയം അയാളെ വിട്ടുപോകുന്നില്ല. അത് മറച്ചു വെക്കാനും അയാൾക്ക് സാധിക്കുന്നില്ല. സ്വയം ഒരു ക്രിമിനലായി മാറുകയാണോ എന്ന ഭയം, തൻ്റെ മക്കളും അങ്ങനെ വിചാരിക്കുമോ എന്ന പേടി അയാളെ അസ്വസ്ഥനാക്കുന്നു. ആ അസ്വസ്ഥതയ്ക്ക് കാരണമാകുന്ന ചില സംഭവങ്ങൾ അയാളുടെ ജീവിതത്തിൽ നടക്കുന്നു. പുതിയ ചില മുഖങ്ങളുടെ കടന്നുവരവ്, പഴയ ചില മുഖങ്ങളുടെ തിരിച്ചുവരവ്. ജോർജ് കുട്ടി കെണി മണക്കുന്നു. പക്ഷേ ആ കെണി വെച്ചതാരെന്ന് അയാൾക്ക് മനസ്സിലാകുന്നില്ല. ദൃശ്യം ആദ്യ ഭാഗത്തിലെ ഒരു രംഗം ഓർമ്മയില്ലേ? ആ ക്ലാസിക് സീൻ, കള്ളത്തരമുണ്ടെങ്കിൽ ജോർജ് കുട്ടി തിരിഞ്ഞു നോക്കുമെന്ന കോൺസ്റ്റബിൾ സഹദേവൻ പറയുന്ന ഭാഗം. അന്ന് ജോർജ് കുട്ടി തിരിഞ്ഞു നോക്കിയില്ല. ആരാണ് പുറകിലെന്ന് അയാൾക്ക് അറിയാമായിരുന്നു. പക്ഷേ 3ാം ഭാഗത്തിൽ അയാൾ ഇരുട്ടിലാകുന്നു. ആരൊക്കെയാണ് പിന്നിലെന്ന് ജോർജ് കുട്ടിക്ക് മനസ്സിലാകുന്നില്ല. ജോർജ് കുട്ടിയുടെ ഈ മാനസിക പിരിമുറുക്കം അനായാസമായി മോഹൻലാൽ അവതരിപ്പിക്കുന്നുണ്ട്. അതുവരെ പ്രേക്ഷകരിൽ നിന്ന് ജോർജ് കുട്ടി മറച്ചുവെച്ച അപകട ഭീതി നടന്റെ ചെറിയ ചില നോട്ടങ്ങളിലൂടെയും ചലനങ്ങളിലൂടെയുമാണ് പുറത്തു വരുന്നത്. അല്ലാതെ നെടുനീളൻ ഡയലോഗുകളിലൂടെ അല്ല. മോഹൻലാൽ ഈ കഥാപാത്രത്തെ എത്രമാത്രം ആഴത്തിൽ ഉൾക്കൊണ്ടിട്ടുണ്ടെന്ന് ക്ലൈമാക്സിനോട് അടുക്കുമ്പോൾ നമുക്ക് അക്ഷരാർത്ഥത്തിൽ ബോധ്യപ്പെടും. അതുപോലെ ഈ ഫ്രാഞ്ചൈസിയെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ജീത്തു ജോസഫിനുള്ള ധാരണയും. ഫ്രെയിമുകളിൽ ബ്രില്യൻസുകൾ ഒളിപ്പിച്ചു വെച്ചല്ല ജീത്തു ജോസഫിന്റെ കഥ പറച്ചിൽ. തിരക്കഥയാണ് അടിസ്ഥാനം. അതിൽ പല കയറ്റിറക്കങ്ങൾ കാണാം. ചില ഭാഗങ്ങൾ അതിനാടകീയം തന്നെയാണ്. ചില വൈകാരിക മുഹൂർത്തങ്ങളെ അഭിനേതാക്കളാണ് രക്ഷപ്പെടുത്തിയെടുക്കുന്നത്. മോഹൻലാൽ മാത്രമല്ല, ഭൂതകാലത്തിൽ നിന്ന് ജോർജ് കുട്ടിയെ തേടിയെത്തുന്നവരും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഈസ് എ ക്ലാസിക് ക്രിമിനൽ എന്ന് പറയാനും കേഴാനുമല്ല അവരുടെ ഈ വരവ്. ഇനി ട്വിസ്റ്റ് ആഗ്രഹിച്ച് ദൃശ്യം 3 കാണാൻ കാത്തിരുന്നവരോട് 2ാം പകുതി നിങ്ങൾക്കുള്ളതാണ്. അത് നിങ്ങളുടെ രോമകൂപങ്ങളെ എഴുന്നേൽപ്പിച്ച് നിർത്തുമെന്ന് പറയുന്നില്ല. പക്ഷെ ചില അപ്രതീക്ഷിത സംഭവങ്ങൾ സെക്കൻഡ് ഹാഫിൽ നടക്കുന്നുണ്ട്. ഈ ട്വിസ്റ്റിലും പ്രധാനം ആ സംഭവങ്ങളോടുള്ള ജോർജ് കുട്ടിയുടെ പ്രതികരണമാണ്. ആ പ്രതികരണമാണ് ദൃശ്യം 3യുടെ കാതൽ.